നമസ്കാരം. അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുകയാണ് നമ്മുടെ രാജ്യം. 2014 ഐക്യരാഷ്ട്രസഭയിൽ പാസാക്കിയെടുക്കുകയും 2015 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന രീതിയിൽ ആദ്യത്തെ യോഗാ ദിനം ആചരിക്കുകയും ചെയ്തുകൊണ്ട് അതിപുരാതനമായ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും കാലത്തിനും അപ്പുറം നിലനിന്നിരുന്ന ഒരു പ്രാചീനമായ ഒരു ദർശനം നാം ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. യോഗ എന്ന് പറയുമ്പോൾ അത് സംസ്കൃത പദമായ യുജ് എന്ന വാക്കിൽ നിന്നാണ് യോഗ ഉദ്ഭവിച്ചിട്ടുള്ളത്. യുജ് എന്നാൽ പരസ്പരം യോജിപ്പിക്കുക, ചേർക്കുക എന്നൊക്കെയാണ്. മനസ്സും ശരീരവും ആത്മാവിനെയും യോജിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ അവന്റെ ആത്യന്തികമായ ആനന്ദത്തിലേക്ക്, മാനസിക ആനന്ദത്തിലേക്ക് നയിക്കുകയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ തലങ്ങളിൽ പൂർണ്ണ ആരോഗ്യവാനായി മനുഷ്യനെ ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അതിപുരാതന ശാസ്ത്ര സംഹിതയാണ്, ദർശനമാണ് യോഗ. യോഗ എന്ന് കേൾക്കുമ്പോൾ അത് കേവലം ഒരു വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്നതാണ് പലരെങ്കിലും മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ പതഞ്ജലി യോഗ സൂത്രം അനുസരിച്ച് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നതിന് 8 ഭാഗങ്ങളും, ആ 8 ഭാഗങ്ങളിലുള്ള അതിൻ്റെ 3ാമത്തെ ഭാഗം മാത്രമാണ് ആസന. യമം, നിയമം, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നിങ്ങനെ 8 മാർഗങ്ങളിലായിട്ടാണ് യോഗ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നത് ഹഠയോഗ എന്ന രീതിയിലും പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നിവ രാജയോഗ എന്ന നിലയിലും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമാണ്. നമ്മുടെ മനസ്സിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും മാനസിക ആരോഗ്യം സൂക്ഷിക്കുന്നതിനും മനസ്സിന് പൂർണ്ണ വിശ്രമം നൽകുന്നതിനും നമ്മുടെ ബുദ്ധിപരമായ വികാസത്തിനുമൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നത്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെ എടുത്തു നോക്കിയാലും, ഈ പ്രകൃതിയെ തന്നെ നോക്കിയാലും ചലനം, നിശ്ചലത, ചലനം എന്ന ഒരു സിദ്ധാന്തം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ചലിക്കുന്നു, നിശ്ചലമാകുന്നു, വീണ്ടും ചലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യന്റെ ക്രയവിക്രയങ്ങളിലായാലും അവന്റെ പ്രകൃതിയിലായാലും പ്രകൃതിയുടെ ചലനത്തിലായാലും ഒക്കെ ഈ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. എല്ലാ വസ്തുക്കളുടെയും അവസ്ഥ ഇതാണെങ്കിൽ സദാസമയം ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനും വളരെ അത്യന്താപേക്ഷിതമല്ലേ വിശ്രമം എന്നത്. അതുകൊണ്ട് തന്നെ ധ്യാനം വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ വരുമ്പോൾ നിയമങ്ങളിലൂടെ മനുഷ്യന്റെ മനസ്സിനെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തിയെടുക്കുകയും ബുദ്ധിയുടെ നിർദ്ദേശപ്രകാരം പരിപൂർണമായി മനസ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിയുടെ ആജ്ഞകൾക്ക് ശരീരത്തെ പരിപൂർണമായി വിധേയപ്പെടുത്തുകയും ചെയ്യുന്ന ആസനകളിലൂടെ കടന്നുപോയി മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളുടെ ശക്തിയും ശുദ്ധിയും പ്രദാനം ചെയ്യുന്ന പ്രാണായാമത്തിലൂടെ ഘട്ടം ഘട്ടമായി പടിപടിയായി ആത്യന്തികമായ ഒരു ആനന്ദ മുഹൂർത്തത്തിലേക്ക് മനുഷ്യന്റെ ചിന്താപരമായ മാനസിക തലത്തെ ഉയർത്തിക്കൊണ്ടുവന്നു സംഘർഷരഹിതമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ, സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും പരമാനന്ദത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയും അതിലൂടെ പ്രകൃതിയുടെ ഭാഗമായി സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് യോഗയുടെ സന്ദേശം, ദർശനം. സ്പോർട്സ് അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ എല്ലാ ആളുകളും ഒരു ദിനചര്യയുടെ ഭാഗമായി, ഡെയിലി റൊട്ടീന്റെ ഭാഗമായി യോഗയെയോ തത്തുല്യമായ എക്സസൈസിനെയോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയും നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ചെലവാക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണമെന്ന് മാത്രം ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനയുടെ ഭാഗമായി ആ ഒരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് നിർത്തുന്നു.
എല്ലാവർക്കും, ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും എല്ലാവിധ സുഖ ആരോഗ്യ ജീവിതവും ആശംസിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.